ഇതെന്തിനാണ് രാജസ്ഥാൻ പോലീസുകാർ ഇങ്ങനെ തല്ലിക്കൂട്ടുന്നത് എന്നുള്ളത് നിങ്ങളോട് മനസ്സിലായ 13 വയസ്സായിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടീനെ പൊടിപ്പൈത് പെൺകുട്ടീനെ 30 പേര് ഇവിടെ ചേർന്ന് കാണാൻ ചെയ്ത് പീഡിപ്പിച്ചു. സംഭവം എന്താണ്? പെൺകുട്ടി സ്കൂൾ ക്ലാസ് ഇവിടെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വിളിച്ചുകൊണ്ട് കയറിയതാണ്. ആ ഓട്ടോക്കാരൻ എന്ത് ചെയ്ത് ഈ ഒരു പെൺകുട്ടി നേരെ ഒരു ഹോട്ടലിലേക്ക് പോയി കണങ്ങണ്ട് വിറ്റ്. അവിടെ നിന്ന് കണ്ട് ഹോട്ടലുകൾ മാറി ആളുകൾ മാറി എന്ത് ചെയ്യുക, ആ കുട്ടിയെ പീഡിപ്പിക്കുക, കള്ള് കൊടുത്ത് കണ്ട് എന്ത് ചെയ്യുക, കുട്ടീനെ മയക്കി കെടുത്തുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള 30 നിരാജിതന്മാരാണ് എന്താ അവിടുത്തെ ഈ പോലീസുകാർ ഇക്കൂട്ടത്തിൽ ഇവിടെ ചെയ്യുന്നത്. വിചാരണ ഇവിടെ ചെയ്യണത്, വിചാരണ ചെയ്യല്ല ഇവിടെ ചെയ്യണത്. തച്ചിട്ട് ആ പെൺകുട്ടിനെ പീഡിപ്പിച്ചപ്പോൾ ആ പെൺകുട്ടി ആർത്ത ടെസ്റ്റ് കണ്ട് ഇവിടെ കരഞ്ഞിട്ടുണ്ടാവും. അതിനേക്കാളും ഡബിൾ സ്ട്രോങ്ങിൽ ഇതൊക്കെ ഈ 30 നേറിക്കട്ട തമ്മാടി കൂട്ടങ്ങളും ഇരുന്നങ്ങോട്ട് കരയണം. ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന നിയമമാണ് യഥാർത്ഥ നിയമം. അല്ലാതെ കുറേ കോടതിക്കും പോലീസ് സ്റ്റേഷനിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അതേമാതിരി ജയിലിലേക്കൊക്കെ കൊണ്ടിട്ട് എന്താ ഇവിടെ കിട്ടുന്നത്? ഇവിടെ ഒരു കാര്യമില്ലല്ലോ. കാരണം ഇവരെ പോലെയുള്ള നാറുകളുടെ വികാരത്തിൻ്റെ ആ ഒരു അറ്റങ്ങൾ മുറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വളർന്നു വരുന്ന ചെറിയ പൊടി പെൺമക്കളുണ്ടല്ലോ, അവർക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടി ഇവിടെ സാധിക്കില്ല. നമ്മുടെ കേരളത്തിൽ ഇതേമാതിരി എത്രയോ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഇതേമാതിരി ജനങ്ങളുടെ നടുവിലിട്ട് കണ്ട് അവരെ പോയി കണ്ട് ശിക്ഷിക്കുന്നുണ്ടാ? എവിടെ ശിക്ഷിക്കുന്നത്? അവർക്ക് മുഖംമൂടിയൊക്കെ ഇട്ട് കൊടുത്ത് കയ്യിനൊരു വിലങ്ങ് വരേക്കും ഇട്ട് കൊടുക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഈ എന്തിനെ ഹെൽത്ത് ഓക്കെ ആണോ നോക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് നേരെ പിന്നെ ജയിലിൽ കൊണ്ടുപോകുക. എന്നിട്ട് അവിടുന്ന് കുറേ മട്ടനും ബീഫും ചിക്കനും അതും ഇതും എല്ലാം കൂടി അടിച്ച് കയറ്റി ഓരോ തടിയൊക്കെ നന്നാക്കിയാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവരുടെ പുറത്തേക്ക് വിടുക. ആ നാടുകൾ പോയിക്കാണ്ട് വേറെ ഇവിടെ ചെയ്യും. ഇല്ല, ആ ഒരു നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അവിടുത്തെ പോലീസുകാർ അടിപൊളിയാണ്. കാരണം ഇതേമാതിരി വീഡിയോസ് നമ്മൾ എത്രയോ ഇവിടെ കണ്ടിട്ടുണ്ട്. ജനങ്ങളുടെ നടുവിൽ നിന്നിക്കാണ്ട് എന്ത് ചെയ്യാം, അവരെ അടിച്ചിങ്ങനെ ശിക്ഷണം കൊടുക്കുക. ഒന്നേ ഇവിടെ പറയണുള്ളൂ, അടിച്ചോളി, അടിക്കണം, അടിച്ചിട്ട് കൊന്നങ്ങട് കളി. കാരണം ഇവരെ പോലെയുള്ള നാടുകൾ നമ്മളെ ഈ ലോകത്തെ ജീവിക്കേണ്ടതാണ് ഞാനിവിടെ പറയാം. കാരണം ഇവരെ പോലെ നാടുകളോട് ജീവിക്കുന്നുണ്ടാ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ജീവിക്കാൻ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഈ നേറിക്കട്ട തമ്മാടി കൂട്ടങ്ങളെ അതിലൂടെ സമ്മതിക്കില്ല. 13 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടിയെ മുളച്ച് ഇവിടെ വരുന്നതേ ഉള്ളൂ. ചെറിയ പൊടി പൈത കുട്ടിയാണ്. ആ കുട്ടിയോടൊക്കെ 30 പേര് ഇവിടെ ചേർന്ന് വികാരം തീർക്കാന്ന് പറയുമ്പോൾ എത്രത്തോളം വേദന ആ ഒരു കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ നാറുകൾക്ക് ഇങ്ങനെ ചെയ്താൽ മതിയാ. താച്ചിക്കാണ്ട് എന്ത് ചെയ്യണം, ഒന്നങ്ങോട്ട് കളയണം. എന്നെ കൊല്ലലി എന്നും ചെയ്യണം, അവരങ്ങോട്ട് ആർത്തങ്ങോട്ട് വിളിക്കണം. അത് കേട്ട ഒരു സുഖത്തിലൊരു രസത്തിലും ചെയ്യണം എന്നറിയാം, പിന്നും തരണം. അതാണ് യഥാർത്ഥ നിയമം.